ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പിയാണ്. നിങ്ങളാരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഒരു കറിയും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിനായി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറേശ്ശായി ഒഴിച്ച് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശായി ഒഴിച്ച് വേണം നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ വെള്ളം കൂടിപ്പോവും. പിന്നെ തീരെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം എനിക്കിവിടെ വേണ്ടി വന്നിട്ടുള്ളത്, ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഒരു 1/4 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഞാൻ ആദ്യം 1 കപ്പും പിന്നെ ഇതുപോലെ ഒരു 1/4 കപ്പും കൂടി വെള്ളം എടുത്തിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓയിലാണ്. ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ 3 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊരു ഗ്രേറ്ററിൽ വെച്ച് നമുക്ക് നന്നായി തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ മുഴുവനായും തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ക്യാരറ്റാണ്. അപ്പോൾ 1 ക്യാരറ്റും ഞാനിതാ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് സവോളയാണ്. വലിയ ഒരു സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. ചെറുതായി വേണം എല്ലാം അരിഞ്ഞെടുക്കാൻ. ഇതും ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്ന പോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ റോ ഫ്ലെയിമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ക്യാരറ്റ് ഞാൻ മാറ്റി വെച്ചിരുന്നു. ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം സവോളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം മെല്ലെ വേണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1 സ്പൂൺ ക്യാരറ്റ് ഉണ്ടല്ലോ, അത് കൂടി വന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ കുറച്ച് ബാറ്റർ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടി ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി നമ്മൾക്കൊരു വാഴയില ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് ഈ മാവ് കോരി ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. വാഴയില എന്തായാലും വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ തലേ ദിവസം പറിച്ച് വെച്ച വാഴയില ആയാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായി തന്നെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാവ് പരത്തേണ്ട ഒന്നും ആവശ്യമില്ല. ഈ ഫില്ലിംഗ് ഉണ്ടാക്കേണ്ട ഒരു സമയം മാത്രം മതി. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കി ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ബാക്കിയുള്ള മാവും നമുക്കെല്ലാം കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ അടുപ്പിൽ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം തിളച്ചതിന് ശേഷം വേണം നമ്മളിതൊക്കെ എടുത്ത് വെക്കാൻ. ഇപ്പം നമ്മളുടെ അടയൊക്കെ വെന്ത് നന്നായി തണുത്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളുടെ നല്ല മസാല അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കറിയും ഇല്ലാണ്ട് നമുക്കിത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.